ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മഹാ അത്ഭുതം ഒടുവിൽ സംഭവിച്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായിട്ട് പരസ്പരം പോരടിക്കുന്ന, എപ്പോൾ വേണമെങ്കിലും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വരെ കാരണക്കാരായേക്കാവുന്ന രണ്ട് വൻ ശക്തികൾ അമേരിക്കയും ഇറാനും ഒടുവിൽ സമാധാനത്തിന്റെ ഒരു പുതിയ മേശയ്ക്ക് ഇരുപുറവും ഇരുന്നിരിക്കുകയാണ്. കേവലം ഒരു ചർച്ച എന്നതിനപ്പുറം ലോകത്തെ ഞെട്ടിച്ച വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. കോടികളുടെ ഫണ്ട് റിലീസിംഗ് ഉണ്ട്, പുതിയ കമ്മ്യൂണിക്കേഷൻ ചാനലുകൾ, ഒപ്പം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള വാശി പിടിച്ച ചർച്ചകൾ. എന്താണ് ദോഹയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ട ആ ഒരു വമ്പൻ കാര്യം എന്താണ്? ഇറാൻ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സഹിതം ദോഹ ചർച്ചകളുടെ ഇൻസൈഡ് സ്റ്റോറി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ചർച്ചകളിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന അവരുടെ ഫ്രോസൺ ഫണ്ട്സിൽ നിന്ന് $3 ബില്യൺ US റിലീസ് ചെയ്യാൻ അമേരിക്ക തത്വത്തിൽ സമ്മതിച്ചു എന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് US ഉപരോധങ്ങൾ കാരണം ലോകത്തിന്റെ വിവിധ ബാങ്കുകളിൽ ഇറാന്റെ പണം മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ $3 ബില്യൺ ഇറാനിലേക്ക് എത്താൻ പോകുന്നത്. ഇറാൻ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ കാസിം ഗരീബാബാദി വ്യക്തമാക്കിയതനുസരിച്ച് ദോഹ ചർച്ചകൾക്ക് ശേഷം തങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു തുക ഇറാനിലെ ജനങ്ങൾക്ക് ആവശ്യമായ അവശ്യ സാധനങ്ങൾ വാങ്ങാനായിരിക്കും ഉപയോഗിക്കുക. ഇതിനൊപ്പം തന്നെ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പരസ്പരം ബന്ധപ്പെടാൻ ഒരു ഡയറക്റ്റ് ഹോട്ട് ലൈൻ അഥവാ കമ്മ്യൂണിക്കേഷൻ ചാനലും രൂപീകരിച്ചിട്ടുണ്ട്. ഇതുവഴി എന്തെങ്കിലും കരാർ ലംഘനങ്ങൾ ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാനും സാധിക്കും. എന്നാൽ ഇവിടെയാണ് ഈ ഒരു വാർത്തയിലെ വലിയ ട്വിസ്റ്റ് വരുന്നത്. ഈ പണം എങ്ങനെ കൈമാറും എന്നതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഒരു വാർത്ത പ്രചരിക്കുന്നു. അതായത് UAE വഴിയാണ് ഈ $3 ബില്യൺ ഇറാനിലേക്ക് മാറുന്നത് എന്നായിരുന്നു ആ വാർത്ത. എന്നാൽ തൊട്ടു പിന്നാലെ UAE ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തി. ഇറാനിലേക്ക് അങ്ങനെ ഒരു ഫണ്ടും തങ്ങൾ വഴി കൈമാറിയിട്ടില്ല എന്നും ഈ വാർത്തകൾ തികച്ചും വ്യാജമാണ് എന്നും UAE വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായിട്ട് അറിയിച്ചു. മാത്രമല്ല US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. വെറുതെ ഒരു കരാറിൽ ഒപ്പിട്ടത് കൊണ്ട് മാത്രം ഇറാന് പണം നൽകില്ലെന്നും ഇറാൻ അവരുടെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കാമെന്ന നിബന്ധനകൾ പൂർണ്ണമായിട്ട് പാലിച്ചാൽ മാത്രമേ ഈ സാമ്പത്തിക ആനുകൂല്യങ്ങൾ റീജിയനിലേക്ക് ഒഴുകുകയുള്ളൂ എന്നുമാണ് അമേരിക്കയുടെ നിലപാട്. ഇനി നമുക്ക് ഈ ചർച്ചയുടെ രണ്ടാമത്തെയും ഏറ്റവും നിർണായകവുമായ ഭാഗത്തേക്ക് വരാം. അത് മറ്റൊന്നുമല്ല, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്. ലോകത്തെ എണ്ണക്കപ്പലുകളുടെ പ്രധാന സഞ്ചാര പാതയാണിത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: വലുതായിട്ട് ചിന്തിക്കൂ. നിലവിലെ താൽക്കാലിക കരാർ പ്രകാരം 60 ദിവസത്തേക്ക് ഈ ഒരു പാതയിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ടോൾ ഈടാക്കില്ലെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം കപ്പലുകളുടെ റൂട്ട് തങ്ങൾ തീരുമാനിക്കുമെന്നും ടോൾ വാങ്ങുമെന്നുമാണ് ഇറാന്റെ വാശി. ഇതിനെയാണ് അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും എതിർക്കുന്നത്. പതിറ്റാണ്ടുകളായിട്ട് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഈ ഒരു അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ ടോൾ വിരിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കണമെങ്കിൽ ഇറാൻ ഈ നിർബന്ധം ഉപേക്ഷിക്കണമെന്നും ഇറാൻ ആണവ പദ്ധതികൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്നും ആയുധങ്ങൾ നിർമ്മിക്കുന്നത് നിർത്തണമെന്നുമാണ് ട്രംപിന്റെ പ്രധാന ഡിമാൻഡ്. ചുരുക്കം പറഞ്ഞാൽ, യുദ്ധത്തിന്റെ കടുത്ത അധ്യായങ്ങൾക്ക് ശേഷം പതുക്കെയാണെങ്കിലും സമാധാനത്തിന്റെ പാതയിലേക്ക് അമേരിക്കയും ഇറാനും വരുന്നു എന്നത് ലോകത്തിന് വലിയൊരു ആശ്വാസമാണ്. ഇക്കഴിഞ്ഞ ജൂണിൽ ഒപ്പിട്ട ഇസ്ലാമാബാദ് കരാറിന്റെ തുടർച്ചയായിട്ടാണ് ഈ ദോഹ ചർച്ചകൾ നടക്കുന്നത്. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് ട്രംപും സമ്മതിച്ചിട്ടുണ്ട്. എങ്കിലും ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ നിയന്ത്രണവും ആണവ പദ്ധതികളും സംബന്ധിച്ച് ഇനിയും കടുത്ത തർക്കങ്ങൾ ബാക്കിയാണ്. വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.